ഒരിക്കൽ ഒരു വൃദ്ധൻ ഗുരുവായൂരിലെത്തി. തിരക്ക് കാരണം ഉള്ളിലേക്ക് കടക്കാനും തൊഴാനും അദ്ദേഹത്തിന് സാധിച്ചില്ല. ക്ഷീണിച്ചിരുന്നു മയങ്ങിയപ്പോൾ കാവൽക്കാരുടെ ശബ്ദത്തിൽ ഉണർന്ന് പുറത്തേക്ക് നടന്നു. വിശപ്പോടെ കയ്യിൽ നാട്ടിലേക്ക് മടങ്ങാനുള്ള പണം മാത്രം. പ്രസാദവും കിട്ടിയില്ല. രാവിലെ കുളിച്ചു വന്നപ്പോൾ ഒരേ ഒരു വസ്ത്രം മലിനമായിരുന്നു. ആളുകൾ അദ്ദേഹത്തെ വെറുപ്പോടെ നോക്കി. വീണ്ടും തൊഴാനായി പോയെങ്കിലും തടഞ്ഞു. ഒട്ടുപുരയിലും കയറ്റിയില്ല. അപ്പോഴാണ് ഒരു ബാലൻ വന്ന് കദളിപ്പഴവും പാൽപായസവും നൽകി. ഞാനിവിടെയൊക്കെ ഓടി നടക്കുന്നവനാണ് എന്ന് പറഞ്ഞ് അവൻ പോയി. വൈകുന്നേരവും ബാലൻ വീണ്ടും ഭക്ഷണം നൽകി. നാളെ വഴിയുണ്ടാകും എന്ന് പറഞ്ഞു. ആ രാത്രി വൃദ്ധൻ സ്വപ്നത്തിൽ ആ ബാലൻ ഭഗവാൻ കൃഷ്ണന്റെ രൂപത്തിൽ കാണുന്നു. രാവിലെ കുളത്തിൽ നിന്ന് പുറത്തു വന്നപ്പോൾ ബാലൻ വീണ്ടും മുന്നിൽ. അപ്പോൾ അവൻ സാക്ഷാൽ ഗുരുവായൂരപ്പനാണെന്ന് തിരിച്ചറിഞ്ഞു. നിന്റെ പാപങ്ങൾ ഈ 2 ദിവസത്തെ വ്രതത്തോടെ തീർന്നു. ഇനി ഇവിടെ നിന്നുകൊണ്ട് നാമജപം ചെയ്യൂ എന്ന് ഭഗവാൻ അനുഗ്രഹിച്ചു. അതേസമയം മേൽശാന്തിക്ക് സ്വപ്നത്തിൽ നിർദ്ദേശം ലഭിച്ചു. കുളക്കടവിൽ ഒരു വൃദ്ധനെ കണ്ടെത്തി പുതിയ വസ്ത്രമണിയിച്ച് എന്റെ മുന്നിൽ കൊണ്ടുവരിക. മേൽശാന്തി വസ്ത്രം നൽകി അകത്തേക്ക് വിളിച്ചു. പുതിയ വേഷ്ടിയണിഞ്ഞ് ഭക്തൻ വരുമ്പോൾ കരുണാനിധിയായ ഭഗവാൻ അദ്ദേഹത്തെ കാത്തുനിന്നിരുന്നു.